ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മനുഷ്യത്വം സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ദൌത്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനിലെ പട്ടണങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 11 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്തുടനീളം കനത്ത നാശനഷ്ടം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യത്വം സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ദൌത്യമാണ് ഓപ്പറേഷൻ സിന്ദൂരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ ജനതയെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കാൻ പാകിസ്ഥാനിലെ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിലെ ഭുജിൽ 53,400 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ബിൽ നൽകാതെ എല്ലാ പൌരന്മാർക്കും സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനായാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന ആരംഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमारी सरकार का प्रयास है कि आपको पर्याप्त बिजली भी मिले और बिजली का बिल भी जीरो हो. हमारा पोर्ट लेड डेवलपमेंट का विजन इसी महान विरासत से प्रेरित भारत पोर्ट्स के इर्द-गिर्द बसे शहरों को विकसित कर रहा है. सी फूड से लेकर टूरिज्म और ट्रेड तक कोस्टल रीजन में देश एक नए इकोसिस्टम का निर्माण कर रहा है. ഗുജറാത്തിലെ ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇലക്ട്രിക് ലോക്കോമോട്ടീവിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. വെരാവൽ അഹമ്മദാബാദ് വന്ദേഭാരത് എക്സ്പ്രസ്, വൽസാദ് ദാഹോദ് എക്സ്പ്രസ് ട്രെയിൻ തുടങ്ങി വിവിധ റെയിൽ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. വഡോദരയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ എത്തിയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റിട്ട് ഇന്ന് 11 വർഷം പൂർത്തിയായി. 2014 മെയ് 26-നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. സമസ്ത മേഖലകളിലും നിർണായക മാറ്റങ്ങൾക്കാണ് രാജ്യം കഴിഞ്ഞ 11 വർഷത്തിനിടെ സാക്ഷ്യം വഹിച്ചത്. പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തിന് എതിരെ ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുന്നു. 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെയാണ് 32 രാജ്യങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഭീകരവാദത്തിന് പിന്നിലുള്ള എല്ലാവർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു. BJP MP വൈജയന്ത് ജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ബഹ്റിൻ ഉപപ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ദക്ഷിണ കൊറിയയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി പങ്കുവച്ചു. DMK MP കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സ്ലൊവേനിയ സന്ദർശിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ സന്ദേശം കൈമാറി. ഖത്തറിലെ പ്രമുഖ നേതാക്കളുമായി NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ശ്രീമതി സുപ്രിയ പറഞ്ഞു. It's an outreach program of peace, of friendship, and what next for India and the globe. India is very, very focused on this peace mission. We must put the facts on the table, and India has been hurt by an unprecedented attack on India's soul. It's the incidents that happened in Pahalgam, which has shaken every Indian. So it's very unfortunate what India has been through in the last few weeks. പാക് പട്ടണങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും പിന്തുണയുള്ള ബിസിനസിനായി ഭീകരവാദം മാറുന്നതായും ഒരു ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക യോഗം ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂർ, ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നയം എന്നിവ ചർച്ചയായി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 30 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പ്.
ശക്തമായ മഴയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടം. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. പൊതുജനങ്ങൾക്ക് 0471 25 18 655 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. നിരവധി കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ അപൂർവ വസ്തുക്കൾ കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തുടരുതെന്നും അടുത്ത് കൂട്ടം കൂടരുതെന്നും 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തരം വസ്തുക്കളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ 112 എന്ന നമ്പരിൽ അറിയിക്കണം. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മത്സ്യബന്ധനം നടത്തരുത്. ഈ സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് ചോർത്തി നൽകിയ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. 2023 മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇയാൾ പാക് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചിരുന്നതായും പണം കൈപ്പറ്റിയിരുന്നതായും NIA അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കി. സ്ഥാനാർത്ഥി നിർണയത്തിനായി രാഷ്ട്രീയ പാർട്ടികളിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19 നടക്കും. 23 ആണ് വോട്ടെണ്ണൽ. തമിഴ്നാട്, അസം സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 8 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 19 ജൂൺ 2 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 9-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ കേന്ദ്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹൽ. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ശ്രീ രാജീവ് ബെഹൽ അറിയിച്ചു. अभी तक जो हमारे जितने भी केस हुए हैं उसमें सिवियरिटी जनरली लो है. जो पुराने ओमिक्रॉन के वेरिएंट थे सर्टेनली उनसे ज्यादा बिल्कुल नहीं. अभी वरी करने की किसी को इसके लिए जरूरत नहीं है. We should always be vigilant, we should always be prepared and therefore we are monitoring the situation very closely. सारी सिचुएशन को बहुत क्लोजली मॉनिटर किया और करते रहेंगे. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫ് ഉറപ്പിച്ച ഇരു ടീമുകളുടെയും അവസാന ലീഗ് മത്സരമാണ് ഇത്. ക്വാളിഫയർ 1 സ്ഥാനം ഉറപ്പിക്കാൻ പഞ്ചാബ് കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ഇന്ന് ജയം അനിവാര്യമാണ്. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷും അർജുൻ ഇറിഗെയ്സിനും ഇന്ത്യയ്ക്കായി മത്സരിക്കും. ഡി ഗുഗേഷ് മാഗ്നസ് കാൽസനെയും അർജുൻ ഇറിഗെയ്സി ചൈനയുടെ വെയ് ഇയെയും നേരിടും. സ്റ്റാവിംഗറിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 455 പോയിന്റ് ഉയർന്ന് 82,176-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 148 പോയിന്റ് നേട്ടത്തിൽ 25,001-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 71,600 രൂപയും ഗ്രാമിന് 8,950 രൂപയുമാണ് ഇന്നത്തെ വില. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ മുനിസിപ്പൽ കൌൺസിലർ ഹർജീന്ദർ സിംഗ് ബഹുമാനെ കൊലപ്പെടുത്തിയ കേസിൽ അമൃത്സർ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് അമൃത്സറിലെ ഒരു മാർക്കറ്റിൽ വച്ച് അക്രമികൾ ഹർജീന്ദർ സിംഗ് ബഹുമാനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുവാനും 10 ബന്ദികളെ കൂടി മോചിപ്പിക്കുവാനും US മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ നിരസിച്ചു. നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നത് ഹമാസിനെ കീഴടങ്ങലാണെന്ന് ഇസ്രായേൽ ചർച്ചാ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യത്വം സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ദൌത്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനിലെ പട്ടണങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭീകര സംഘടനകൾ പരസ്യമായി പ്രവർത്തിക്കുന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 11 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സംസ്ഥാനത്തുടനീളം കനത്ത നാശനഷ്ടം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ICMR. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.